നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായ ഘടകമാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അയോധ്യയിൽ അത് രാമൻ്റെ ജന്മസ്ഥലമായിരുന്നു. അത് ബാബർ അവിടെ ഉണ്ടായിരുന്ന അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്ന ഊന്നിയുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് ബി ജെ പിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞകാല ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അന്വേഷിക്കുന്ന ആളുകൾക്ക് രഥയാത്രയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഓർമ്മയിലുണ്ടാകും. 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി പിന്നെ ദേശീയ മുന്നണി ബി ജെ പി സഖ്യത്തിൻ്റെ സമയത്ത് അത് 85 സീറ്റായി ഉയർത്തുന്നു. പിന്നീട് ക്രമേണ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വളർന്നു വരുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ അയോധ്യയിലെ രാമക്ഷേത്രം തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടയിടുമോ എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി പ്രസ്റ്റീജ് ഇഷ്യൂവായി കണ്ടതാണ് യു പിയിലെ രാമക്ഷേത്ര നിർമ്മാണം. യു പിയിലെ രാമക്ഷേത്ര നിർമ്മാണം നടക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യമിട്ടത് 400-ലധികം സീറ്റുകളായിരുന്നു. യു പിയിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളുമായിരുന്നു. പക്ഷേ ബി ജെ പിക്ക് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും യു പിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണുണ്ടായത്. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ മുലായം സിംഗ് യാദവിൻ്റെ എസ് പിയും കോൺഗ്രസും ചേർന്ന് സഖ്യം നേടി എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ പുതിയ വിവാദങ്ങൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഏകദേശം 200 കോടി രൂപയുടെ തട്ടിപ്പ് അയോധ്യയിൽ നടന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജുവലറികളുടെ അസോസിയേഷൻ സംഭാവനയായി നൽകിയ അവർ വിവിധ ജുവലറികളിൽ നിന്ന് രാമക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് നൽകിയ സ്വർണ്ണ വെള്ളിക്കട്ടികൾ രാമക്ഷേത്രത്തിൽ നിന്ന് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അവിടെയുള്ളത് മുക്കുപണ്ടങ്ങളാണ് എന്ന രീതിയിലുള്ള മാധ്യമ വിശകലനങ്ങളും വരുന്നുണ്ട്. ഏകദേശം 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ രാമക്ഷേത്രം തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ അന്ത്യത്തിനും തുടക്കം കുറിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. സമാനമായി മധുരയിൽ, അതായത് അയോധ്യ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണെങ്കിൽ മധുര ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ്. അവിടെയും കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്ര തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഫലഹരി മഹാരാജ് എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിയാണ്. അദ്ദേഹം കേസന്വേഷണം ഊർജിതമായി നടത്തണമെന്നാവശ്യപ്പെട്ട് സ്വന്തം ചോരയിൽ എഴുതിയ ലെറ്റർ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നൽകി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ വലിയ തോതിൽ ഭൂമാഫിയ, അതായത് ക്ഷേത്രത്തിന് സമീപമുള്ള വസ്തുക്കൾ അത് നിലവിലുള്ള അവിടെയുള്ള വിലയേക്കാൾ കൂടുതലുള്ള വിലയ്ക്ക് വാങ്ങി മറച്ചു വിൽക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ അവിടെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്ന് ക്ഷേത്ര ട്രസ്റ്റികളിലെ ചിലരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. അതിൻ്റെ മുഴുവൻ ഒട്ടുമിക്ക ഭാരവാഹികളും RSS ആണ്. RSSകാർ ട്രസ്റ്റിയായിട്ടുള്ള ക്ഷേത്രമാണ്. കേന്ദ്ര സേനയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയുള്ള ക്ഷേത്രമാണ്. നമ്മൾ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം പാളി മുക്കുവാൻ വേണ്ടി അവിടെ നിന്ന് വിഗ്രഹം കൊണ്ടുപോയി എന്നതിനോട് നമുക്ക് ഉപമിക്കുവാൻ കഴിയാത്ത രീതിയിൽ സുരക്ഷയുള്ള സ്ഥലമാണ്. ശബരിമലയിൽ നിന്ന് ഒരു വിഗ്രഹമാണ് മാറ്റി അവിടെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നടന്നതെങ്കിൽ ഇത്രയും വലിയ സുരക്ഷ ഉള്ള സ്ഥലത്ത് നിന്ന് 100 കണക്കിന് ടൺ സ്വർണ്ണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായുള്ള ചില മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സുരക്ഷാ ഭടന്മാരുടെ കണ്ണ് വെട്ടിച്ചാണ് അവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ നീക്കിയത് എന്ന ഒരു പ്രസ്താവനയും ചില പ്രതിപക്ഷ പാർട്ടികൾ യു പിയിൽ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രാധാന്യമാണ്. ഈ ട്രസ്റ്റി ഭാരവാഹി, അയോധ്യ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചമ്പത് റായി ആണ്. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ ഒരു തീവ്രത. പ്രത്യേകിച്ചും ഈ ആരോപണം ആദ്യമായി കൊണ്ടുവന്നത് സമാജ്വാദി പാർട്ടിയാണ്. യു പിയിലെ ഇലക്ഷൻ മുൻകണ്ടാണ് ഈ ആരോപണം എന്ന് BJP പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ യു പി ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട SIT അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സംഘപരിവാരത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തിയുള്ള മുഖ്യമന്ത്രി എന്നവർ വാഴ്ത്തുന്ന ഈ ബുൾഡോസർ രാജയ്ക്ക്
നടപ്പിലാക്കുന്ന എതിർപ്പുള്ള ആളുകളുടെ വീടും ഒക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നതെന്ന് പറയുമ്പോൾ സംഘഭക്തരെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസജനകമല്ല എന്ന ഒരു വാർത്തയുമുണ്ട്. എന്തായാലും ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പോയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. അദ്ദേഹം അവിടെ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകും എന്ന റിപ്പോർട്ടുകളാണ് പ്രധാനമായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അവസരത്തിൽ. എന്തായാലും അവിടുത്തെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ പൊട്ടിപ്പിറവുകയാണ്. UP സംബന്ധിച്ച് ഇലക്ഷൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സമാജ്വാദി പാർട്ടി അത് വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം ആം ആദ്മി പാർട്ടി UP സംബന്ധിച്ച് അവരുടെ വേരോന്നുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. നമുക്കറിയാം ആം ആദ്മി പാർട്ടി അവരുടെ തട്ടകമായ, അവരുടെ മെക്ക എന്നറിയപ്പെടുന്ന ഡൽഹി നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് പഞ്ചാബുണ്ട്, UP അവർക്ക് സാധ്യതകളുണ്ട്. അതൊക്കെ മുതലാക്കുവാൻ നമുക്കറിയാം. അതുപോലെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഒരു മൃദുത്വ ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ്. ഒരു പക്ഷേ അദ്ദേഹം അത്തരം കാര്യങ്ങൾ മുതലാക്കുവാനായിട്ടായിരിക്കാം UP പോയിട്ടുള്ളത് എന്ന മാധ്യമ വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും UP സംബന്ധിച്ച്, BJP സംബന്ധിച്ച്, യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രത്തിൽ, RSSൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ, സുരക്ഷാ ഏജൻസിമാരുടെ ഒക്കെയും കണ്ണുകൾ എപ്പോഴുമുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വിലപിടിപ്പുള്ള 10 കണക്കിന്, 1 2 അല്ല, ശബരിമലയിലെ വിഗ്രഹത്തിൽ നിന്ന് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദം പോലെയുള്ള അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഉരുത്തിരണം. ഇനി അത് സമാജ്വാദി പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രമാണോ അല്ലെങ്കിൽ അത് യഥാർത്ഥമാണോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഇനി ഈ SIT അന്വേഷണത്തിന് ശേഷമേ പുറത്തു വരൂ. എന്തായാലും ഇപ്പോൾ SIT അതിൻ്റെ റിപ്പോർട്ട് UP മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. എന്തായാലും രാമക്ഷേത്രത്തെ സംബന്ധിച്ച്, അയോധ്യയെ സംബന്ധിച്ച് അത് BJPയുടെ ഇന്ത്യയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വഹിച്ച ഒരു സംഭവമാണ്. അവിടെ നിന്നാണ് UP അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് BJP വളർന്നത്. രാമക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് അധ്വാനം നടത്തിയ രഥയാത്രയും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ രാമക്ഷേത്രത്തിൽ തന്നെ BJPയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമോ എന്ന ഒരു രാഷ്ട്രീയ വിശദീകരണവും വിശകലനവും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം ചെയ്യുക. ദയവായിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. കാരണം റിപ്പോർട്ടിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചാനൽ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ദയവായി ലൈക്ക് ചെയ്ത് പോവുക. വീണ്ടും ഒരിക്കൽ കാണുന്നവരെ നമസ്കാരം.